അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മീനൊന്നൊരു വെറൈറ്റി മസാലയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ. എപ്പോഴും ചെയ്യണ പോലെ മുളക് പൊടിയൊക്കെ അല്ലേ ഉപയോഗിക്കുക, അതൊക്കെ ഒഴിവാക്കിയിട്ട് പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് ആവോലിയാണ്, പക്ഷെ എല്ലാ മീനിലും നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ ആ മസാല തന്നെയാണ് അയില വെച്ച് ചെയ്ത് നോക്കിയത്. നല്ല അടിപൊളിയായിരുന്നു, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊരിക്കണ സമയത്ത് കുറച്ച് കരിവേപ്പിലൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് വളരെ കുറഞ്ഞ സാധനങ്ങളെ ഉപയോഗിക്കണുള്ളൂ. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില. നിങ്ങളിൽ എത്രയാണോ മീനുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പേസ്റ്റായിട്ടില്ലെങ്കിൽ ഒരു നുള്ള് വെള്ളം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കലാണ്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ വെള്ളമാണ്. നമുക്ക് നല്ലോണം ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയത്, പുളി ചേർത്തിട്ടില്ല. ഞാൻ കൊടുമ്പുളീൻ്റെ ചെറിയ കഷ്ണമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചാൽ നമ്മൾ വരക്കൂലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നല്ലോണം പുളിയും ഒക്കെ നല്ലോണം അതിൻ്റെ ഉള്ളിൽ പിടിച്ച് സെറ്റാകും. ഞാനിത് രണ്ടാമത് അയില വെച്ച് ചെയ്തപ്പം അതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്തത്, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം. അതല്ല എയർ ഫ്രയറിലോ ഒക്കെ ഫ്രൈ ചെയ്യണമെങ്കിൽ, എണ്ണയൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊന്നുമല്ല സ്റ്റീം ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്. നമ്മൾ വാഴൻ്റെ ഇലയിലൊക്കെ പൊള്ളിച്ചെടുക്കൂലേ, അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിക്കാരം. ഇത് ആവോലിയാണ്, അപ്പോൾ നല്ല മാംസമല്ല മീനാണ്. അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. പുളിക്ക് നാരങ്ങ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാം. അസ്സലാമു അലൈക്കും.